ആദ്യ മലബാർ ഡിസ്ട്രിക്ട് കോൺഗ്രസിൻ്റെ ഫസ്റ്റ് കോൺഫറൻസ് നടന്നത് പാലക്കാട് 1916 ആനി ബെസന്റ് ചെയർപേഴ്സൺ ആയിക്കൊണ്ടാണ്. മലബാർ കോൺഗ്രസിൻ്റെ ലീഡേഴ്സായിട്ടുണ്ടായിരുന്നത് കെ.പി. കേശവമേനോൻ, അബ്ദുൾ റഹ്മാൻ സാഹിബ്, കെ. മാധവൻ നായർ, ഇ. മൊയ്തു മൗലവി, എം.പി. നാരായണ മേനോൻ ഇവരൊക്കെയായിരുന്നു. അവസാനമായിട്ട് ഒരു കോൺഫറൻസ് മലബാർ ഡിസ്ട്രിക്ട് കോൺഗ്രസിൻ്റെത് നടന്നത് 1920 മഞ്ചേരിയിൽ വെച്ചായിരുന്നു. കേരളത്തിൻ്റെ പൊളിറ്റിക്കൽ അച്ചീവ്മെൻറ്റ്സിൽ ആദ്യമായിട്ട് പറയുന്നത് ഖിലാഫത്ത് മൂവ്മെൻറ്റാണ്. കേരളത്തിൽ നടന്ന ഖിലാഫത്ത് മൂവ്മെൻറ്റാണ്. മലബാറിലെത്തി ഖിലാഫത്ത് കമ്മിറ്റിയെ സപ്പോർട്ട് ചെയ്തിരുന്ന ലീഡേഴ്സാണ് ഗാന്ധിജിയും ഷൗക്കത്ത് അലിയും. ഇത് നടന്നത് 1920 കാലിക്കറ്റ് വെച്ചിട്ടായിരുന്നു. ഖിലാഫത്ത് കമ്മിറ്റിയുടെ മലബാറിലെ പ്രസിഡൻ്റായിട്ടുണ്ടായിരുന്നത് കാറ്റിലശ്ശേരി മുഹമ്മദ് മൗലവിയാണ്. സെക്രട്ടറി ആയിട്ടുണ്ടായിരുന്നത് മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബാണ്. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു പൊളിറ്റിക്കൽ അച്ചീവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ മലബാർ റിബല്യനാണ്. 1921 മലബാർ റിബല്യൻ നടക്കുന്നത്, മലബാർ ലഹള നടക്കുന്നത്. ആദ്യമായിട്ട് നടന്നത് ബാറ്റിൽ ഓഫ് പൂക്കോട്ടൂർ എന്നറിയപ്പെടുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സമരം. ഇത് തിരൂരങ്ങാടിയാണ് മലബാർ ലഹളയുടെ ഏറ്റവും സെൻറ്റർ സ്ഥലമായിട്ടുണ്ടായിരുന്നത്. മലബാർ ലഹളയുടെ താൽക്കാലിക വിജയത്തിന് ശേഷം ഭരണാധിപനായി അവരോധിക്കപ്പെട്ടത് അലി മുസലിയാർ ആയിരുന്നു. 1921 വാഗൺ ട്രാജഡി ഈ മലബാർ ലഹളയായിട്ട് ബന്ധപ്പെട്ടതാണ്. MSMLV 1711 വാഗൺ ട്രാജഡിയുടെ ഗുഡ്സിൻ്റെ നമ്പർ. പിന്നെ ഈ ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്നറിയപ്പെടുന്ന ഇൻസിഡൻറ്റ് വാഗൺ ട്രാജഡിയാണ്. ഈ വാഗൺ ട്രാജഡിയെ ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വിളിച്ചിരുന്ന ആളാണ് സുമിത് സർക്കാർ. വാഗൺ ട്രാജഡിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി മദ്രാസ് ഗവൺമെൻറ് അപ്പോയിൻ്റ് ചെയ്ത എൻക്വയറി കമ്മീഷൻ്റെ പേരാണ് AR നപ്പ് കമ്മീഷൻ. വാഗൺ ട്രാജഡിയുടെ ഓർമ്മയ്ക്കായിട്ട് ഒരു ഹോള് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഉണ്ടാക്കിയ സ്ഥലം തിരൂരാണ്. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വൈക്കം സത്യാഗ്രഹമാണ്. വൈക്കം സത്യാഗ്രഹം 1924 മുതൽ 1925 വരെയാണ് ഉള്ളത്. വൈക്കം സത്യാഗ്രഹം തുടങ്ങി വെച്ചത് 1924 മാർച്ച് 30 ഇന്ത്യയിൽ ഈ തൊട്ടുകൂടായ്മയ്ക്കെതിരെ നടത്തിയ ആദ്യ സമരം, തൊട്ടുകൂടായ്മ മാറ്റണമെന്ന് പറഞ്ഞ് നടത്തിയ ആദ്യ സമരമാണ് വൈക്കം സത്യാഗ്രഹം. കോട്ടയത്ത് വൈക്കം ശിവക്ഷേത്രത്തിലാണ് ഇത് തുടങ്ങി വെച്ചത്. വൈക്കം ശ്രീ മഹാദേവ ടെമ്പിളിലേക്കുള്ള എല്ലാ വഴികളിലും എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാർക്കും സഞ്ചരിക്കാനായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വൈക്കം സത്യാഗ്രഹം നടത്തിയത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സെഷൻ which passed a resolution to work for the eradication of untouchability. കാക്കിനാട സെഷൻ 1923 കാക്കിനാട സെഷനിൽ വെച്ചിട്ടാണ് തൊട്ടുകൂടായ്മയ്ക്കെതിരെ ഇങ്ങനെയൊരു നിയമം പാസ്സാക്കാനായിട്ട് തീരുമാനിച്ചത്. ഈ കാക്കിനാട സെഷനിൽ വെച്ചിട്ട് ഈ റെസൊല്യൂഷൻ എടുക്കാൻ വേണ്ടി തീരുമാനിച്ച അല്ലെങ്കിൽ അതിന് തുടക്കം കുറിച്ച വ്യക്തിയാണ് T.K. മാധവൻ. വൈക്കം സത്യാഗ്രഹയുടെ മെയിൻ ലീഡേഴ്സാണ് T.K. മാധവൻ, K. കേളപ്പൻ, C.V. കുഞ്ഞിരാമൻ, K.P. കേശവമേനോൻ. വൈക്കം സത്യാഗ്രഹത്തിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് സവർണ ജാഥ നടത്തിയ സാമൂഹ്യ പ്രവർത്തകനാണ് മന്നത്ത് പത്മനാഭൻ. വൈക്കം മെമ്മോറിയൽ റാണി സേതുലക്ഷ്മിഭായി കൊടുത്ത ഒരു കാര്യമാണ്. 1925 വൈക്കം സത്യാഗ്രഹം അനുബന്ധിച്ചാണ് ഗാന്ധിജി രണ്ടാമതായിട്ട് കേരളം സന്ദർശിച്ചത്. വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത് 23 നവംബർ 1925 603 ദിവസമാണ് സത്യാഗ്രഹം നീണ്ടു നിന്നത്. അടുത്തതായിട്ട് നമ്മൾ സംസാരിക്കുന്നത് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ കാര്യങ്ങളാണ്. 1930 കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ ലീഡറായിട്ടുണ്ടായിരുന്നത് K. കേളപ്പനാണ്. അത് മെയിൻ സെൻറ്ററായിട്ട് കേരളത്തിൽ ഉണ്ടായിരുന്നത്
പയ്യന്നൂരാണ്. അതായത് ഉളിയത്തുകടവ് പുഴയുടെ തീരങ്ങളിലാണ് ഉണ്ടായിരുന്നത്. കെ കേളപ്പനോടൊപ്പം ഉപ്പു സത്യാഗ്രഹത്തിൽ 32 പേരാണ് പങ്കെടുത്തത്. കേളപ്പനോടൊപ്പം യാത്രയിൽ പങ്കെടുത്ത പ്രമുഖരാരൊക്കെയാണെന്ന് വെച്ചാൽ പി കൃഷ്ണപിള്ളൈ, കെ കുഞ്ഞപ്പൻ നമ്പ്യാർ, പി കേശവൻ നമ്പ്യാർ, പി സി കുഞ്ഞിരാമൻ അടിയോടി ഇവരൊക്കെയാണ് കെ കേളപ്പനോടൊപ്പം യാത്രയിൽ പങ്കെടുത്തവർ. കോഴിക്കോട് ഈ ഉപ്പു സത്യാഗ്രഹം ലീഡ് ചെയ്തത് മുഹമ്മദ് അബ്ദുറഹ്മാനാണ്. പാലക്കാട് നിന്നും പയ്യന്നൂർ വരെയുള്ള പ്രദേശങ്ങളിൽ ഉപ്പു സത്യാഗ്രഹം ലീഡ് ചെയ്തത് ടി ആർ കൃഷ്ണസ്വാമി അയ്യരാണ്. കെ കേളപ്പൻ്റെ അറസ്റ്റിന് ശേഷം ഉപ്പു സത്യാഗ്രഹം ലീഡ് ചെയ്തത് മൊയ്യാരത്ത് ശങ്കരനാണ്. വരിക വരിക സഹചരേ എന്ന പാട്ട് 1930 ഉപ്പു സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട പാട്ടാണ്. വരിക വരിക സഹചരേ എന്ന പാട്ട് എഴുതിയത് അംശി നാരായണ പിള്ളയാണ്. അതുപോലെ തന്നെ സെക്കൻഡ് ബർദൗളി എന്നറിയപ്പെടുന്ന സ്ഥലം പയ്യന്നൂരാണ്. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗുരുവായൂർ സത്യാഗ്രഹത്തിനെ സംബന്ധിച്ചാണ്. 1931 നവംബർ 1 ഗുരുവായൂർ സത്യാഗ്രഹം തുടങ്ങുന്നത്. അതും എന്താ പറയുക, എല്ലാ ജാതിയിൽപ്പെട്ട ആൾക്കാർക്കും അമ്പലത്തിൽ കയറാനുള്ള അനുവാദം കിട്ടാൻ വേണ്ടിയിട്ട് നടത്തിയൊരു സമരമാണ് ഗുരുവായൂർ സത്യാഗ്രഹം. അങ്ങനെ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്കും 1936 ക്ഷേത്രപ്രവേശന വിളംബരം എന്നുള്ള ഇതുവഴി എല്ലാവർക്കും അമ്പലത്തിൽ കയറാനുള്ള അനുവാദം കിട്ടി. മന്നത്ത് പത്മനാഭൻ ഈ ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡൻ്റായിരുന്നു. കെ കേളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു. കെ കേളപ്പൻ ഇതിനു വേണ്ടിയിട്ട് ദീർഘനാൾ ഭക്ഷണം കഴിക്കാതെ ഉപവാസം നടത്തിയത് 21 സെപ്റ്റംബർ 1932 അത് തുടങ്ങി വെച്ചത്. ഗാന്ധിജി ഉപദേശിച്ചത് വഴി 1932 ഒക്ടോബർ 2 അത് അവസാനിപ്പിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആദ്യമായിട്ട് മണിയടിച്ച ഒരു അബ്രാഹ്മണൻ പി കൃഷ്ണപിള്ളൈ ആയിരുന്നു. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ സമയത്ത് ഗുരുവായൂർ എന്ന പ്രദേശം അല്ലെങ്കിൽ ഗുരുവായൂർ ക്ഷേത്രം ഉണ്ടായിരുന്നത് പൊന്നാനി താലൂക്കിലാണ്. ഗുരുവായൂർ ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ ഒരു ക്യാപ്റ്റനായിട്ടുണ്ടായിരുന്നത് ടി സുബ്രഹ്മണ്യൻ തിരുമുമ്പാണ്. അദ്ദേഹത്തിന് അറിയപ്പെട്ടിരുന്നത് സിംഗിങ് സോർഡ് ഓഫ് കേരള എന്നാണ്. അടുത്തതായിട്ട് നിവർത്തന അജിറ്റേഷനാണ്. 1932 നിവർത്തന അജിറ്റേഷൻ തുടങ്ങുന്നത്. അതിൻ്റെ ലീഡറായിട്ടുണ്ടായിരുന്നത് NV ജോസഫ്, PK കുഞ്ഞ്, C കേശവൻ എന്നിവരായിരുന്നു. ഈ നിവർത്തന എന്ന പേര് കൊണ്ടുവന്നത് IC ചാക്കോയാണ്. ഇത് ഈ നിവർത്തന സമരത്തിൻ്റെ ഒരു എന്താ പറയുക ശബ്ദമായിട്ടുണ്ടായിരുന്നത് കേരള കേസരി എന്നൊരു മാസികയായിരുന്നു. കോഴഞ്ചേരി പ്രസംഗം C കേശവൻ നടത്തിയത് ഈ നിവർത്തന സമരവുമായി ബന്ധപ്പെട്ടാണ്. 1935 ഈ കോഴഞ്ചേരി സ്പീച്ച് നടന്നത്. പിന്നെ ദ റിവോൾട്ട് ദാറ്റ് ലെഡ് ടു ദ ഫോർമേഷൻ ഓഫ് പബ്ലിക് സർവീസ് കമ്മീഷൻ നിവർത്തന അജിറ്റേഷനാണ്. ട്രാവൻകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ വന്നത് 1936 ട്രാവൻകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആദ്യ കമ്മീഷണറായിട്ടുണ്ടായിരുന്നത് GD നോക്സ് ആയിരുന്നു. പിന്നെ 1956 ട്രാവൻകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ കേരള പബ്ലിക് സർവീസ് കമ്മീഷനാക്കി മാറ്റി. അതിൻ്റെ ചെയർമാനായിട്ട് വന്നത് VK വേലായുധനാണ്. ഫസ്റ്റ് ചെയർമാൻ VK വേലായുധനാണ്.